വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ ദിവസമായിരുന്നു നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപി അപ്രതീക്ഷിത വിജയം കൈവരിച്ചത്. മൂന്നാം തവണ തൃശൂരിൽ മത്സരിച്ച് അദ്ദേഹം സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത വിജയം. നേമം നിയമസഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാൽ വിജയിച്ചതിനു ശേഷം ബിജെപിയുടെ ചരിത്ര നേട്ടമാണിത്. ബിജെപിയുടെ പ്രമുഖ നേതാക്കൾക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയം. പ്രിയ താരത്തിന് ആശംസകൾ നേർന്ന് സിനിമാ ലോകം മുഴുവനും എത്തിയിരുന്നു. ഇപ്പോഴത്തെ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് താരം. കയ്യിൽ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണ്ണപ്പട്ടുമായി ഗുരു മഹാരാജിനെ കാണാൻ എത്തിയിരിക്കുകയാണ്. സ്വർണ്ണപ്പട്ട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് തന്നെ ഗുരുവിന് നൽകി വണങ്ങുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പുലർച്ചെയോടെയായിരുന്നു ഡൽഹിയിലെ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിയത്. സുരേഷ് ഗോപി എത്തിയതറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനായി തടിച്ചുകൂടിയിരുന്നത്. അതേസമയം കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി ലോക്സഭാ എംപിയായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുമെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചെന്നാണ് സൂചന. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം രണ്ടാം മന്ത്രിസഭയിലെ പലരും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആവുമെന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒരുപാട് പേര് വിളിച്ചു ഉപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി ലോക്സഭാ അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ വേണമെന്ന് കേന്ദ്ര നേതൃത്വമാണ് നിർദ്ദേശിച്ചത്. 2 വർഷത്തേക്ക് സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടെന്നും അതിന് കേന്ദ്ര മന്ത്രിസ്ഥാനം തടസ്സമാകുമോ എന്ന ആശങ്കയും സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ മോദിക്കൊപ്പം ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. ഏത് വകുപ്പാണെന്നതടക്കം വൈകാതെ പ്രഖ്യാപിക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കുപ്രകാരം 75,079 സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് 3,31,652 വോട്ടുകൾ നേടിയപ്പോൾ 3,28,124 വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ ശക്തനായ മത്സരാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പത്മജയുടെ ബിജെപി പ്രവേശനവും മുരളീധരന്റെ പരാജയവും പൂർണ്ണമാക്കിയെന്ന് വേണം വിലയിരുത്താൻ. മുരളീധരന്റെ നഷ്ടം വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2019 കോൺഗ്രസിന് വേണ്ടി 4,15,089 വോട്ടുകൾ നേടി തൃശൂർ പിടിച്ച TN പ്രതാപൻ 2024 കോൺഗ്രസ് പരാജയത്തിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് അവസ്ഥ. 2019 3ാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപിക്ക് ലഭിച്ചത് 2,93,822 വോട്ടുകളായിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പടയോട്ടത്തിൽ ഗുരുവായൂർ മണ്ഡലം മാത്രമാണ് ഇളകാതെ നിന്നത്. ഇടതുകോട്ടകളായ മണലൂരും നാട്ടികയും അടക്കം 6 മണ്ഡലങ്ങളും സുരേഷ് ഗോപിക്കൊപ്പം നിന്നപ്പോൾ മുരളീധരനൊപ്പമായിരുന്നു ഗുരുവായൂർ. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും മോദി തരംഗവും ചേരുമ്പോൾ തൃശൂരിങ് പോരുമെന്ന് തന്നെയായിരുന്നു തുടക്കം മുതൽ BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രതീക്ഷ ഇരട്ടിയാവുകയും ചെയ്തു. എന്നാൽ BJP പ്രവർത്തകരെയും എതിർ സ്ഥാനാർത്ഥികളെയും ആശ്ചര്യപ്പെടുത്തിയ തേരോട്ടമായിരുന്നു പിന്നീട് മണ്ഡലത്തിൽ. 7ഇടത്തും ഇടത് MLA-മാരുള്ള മണ്ഡലത്തിൽ 6ഉം BJPക്ക് ഒപ്പം നിന്നു. പ്രതീക്ഷിച്ച പോലെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന ഭൂരിപക്ഷം. 14,117 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇവിടെ മാത്രം സുരേഷ് ഗോപി നേടിയത്.